ഫെബ്രുവരി 3 തിങ്കളാഴ്ച. മാർക്കോസ് 5:1-20 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ വിശുദ്ധ ബ്ലെയ്സിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. അതുല്യവും മനോഹരമായൊരു പാരമ്പര്യം അതിൻ്റെ പിന്നിലുണ്ട്. വിശുദ്ധ ബ്ലെയ്സ് തൊണ്ടയുടെ മധ്യസ്ഥനാണ്. 3-ാം നൂറ്റാണ്ടിലെ ഒരു അർമേനിയൻ ബിഷപ്പായിരുന്നു വിശുദ്ധ ബ്ലെയ്സ്. ആഴമായ വിശ്വാസം, ദൈവത്തോടും ജനങ്ങളോടുമുള്ള തീക്ഷ്ണമായ സ്നേഹം, അത് ജീവിതകാലത്ത് പോലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള പ്രസക്തി എന്നിവയാൽ പ്രശസ്തനായിരുന്നു. ക്രിസ്തുമതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ സാക്ഷ്യം അത് റോമാക്കാരുടെ പീഡനത്തിന് അദ്ദേഹത്തെ ഇരയാക്കി. അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടപ്പോൾ വിശുദ്ധ ബ്ലെയ്സ് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു. അദ്ദേഹം നേരിട്ട വെല്ലുവിളികൾക്കിടയിലും ദൈവസേവനത്തിൻ്റെ തൻ്റെ ദൗത്യം തുടർന്നു. വിശുദ്ധ ബ്ലെയ്സ് അത്ഭുതകരമായ രോഗശാന്തി കഴിവുകൾക്ക് പേര് കേട്ടവനാണ്, പ്രത്യേകിച്ച് തൊണ്ടയിലെ അസുഖങ്ങൾ മാറാൻ. ഒരൈതിഹ്യമനുസരിച്ച് തൊണ്ടയിൽ കുടുങ്ങിയ മത്സ്യത്തിൻ്റെ ഒരു മുള്ള് എടുത്തുകൊണ്ട് ഒരു ആൺകുട്ടിയെ സെയിൻറ്റ് ബ്ലെയ്സ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. വിശുദ്ധ ബ്ലെയ്സ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവനെ അനുഗ്രഹിച്ചു. അത്ഭുതകരമായി അവൻ സുഖം പ്രാപിച്ചു. ഇത് തൊണ്ടയിലെ പരിക്കുകളും രോഗങ്ങൾ ബാധിച്ചവരുടെയും രക്ഷാധികാരിയായി വിശുദ്ധ ബ്ലെയ്സിനെ സ്ഥാപിച്ചു. ഇന്നത്തെ സുവിശേഷത്തിലെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ്റെ കഥയുണ്ട്. ആ മനുഷ്യൻ ശവകുടീരങ്ങളിൽ വസിച്ചിരുന്നു. അവൻ്റെ അസ്വസ്ഥത വളരെ കഠിനമായിരുന്നതിനാൽ ആർക്കും അവനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, ഒരു ചങ്ങല കൊണ്ടുപോലും. ആ മനുഷ്യൻ യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് നിലത്ത് വീണ് നിലവിളിച്ചു, അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നിനക്കും എനിക്കും തമ്മിൽ എന്ത്? തന്നെ പീഡിപ്പിക്കരുതെന്ന് ആ മനുഷ്യൻ യേശുവിനോട് അപേക്ഷിച്ചു. അപ്പോൾ യേശു ആത്മാവിനോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്? ആ മനുഷ്യൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ലജ്യൻ എന്നാണ് എൻ്റെ പേര്, അനേകം ആത്മാക്കൾ. എന്നിട്ട് ആ ആത്മാവ് യേശുവിനോട് അപേക്ഷിച്ചു, ആ പ്രദേശത്ത് നിന്ന് തന്നെ പുറത്താക്കരുതെന്നും പകരം സമീപത്തുള്ളൊരു പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്നും. യേശു അവൻ ആവശ്യപ്പെട്ടതുപോലെ ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിലുടനീളം യേശു നിങ്ങൾക്കായി ചെയ്ത ചില അത്ഭുതങ്ങൾ ഇന്ന് ഓർമ്മിക്കുക. ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന സംഭവങ്ങളായിരിക്കാം. മറ്റ് അത്ഭുതങ്ങൾ കൂടുതൽ സൂക്ഷ്മവും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സംഭവിച്ചതുമാകാം. യേശു നിങ്ങൾക്കായി ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? യേശു നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ സന്നിഹിതനാണെന്നും യേശു നിങ്ങളെ എങ്ങനെ അനുഗ്രഹിക്കുന്നുവെന്നും നിങ്ങൾക്ക് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളുടെ സമൃദ്ധിക്ക് യേശുവിനോട് നന്ദി പറയാം. അവയിൽ മിക്കതും ചെറിയ സമ്മാനങ്ങളായി തോന്നാം. എന്നിരുന്നാലും നല്ല കാര്യങ്ങൾ പലപ്പോഴും ചെറിയ പാക്കേജുകളാണ് വരുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.